രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പ്രതിപക്ഷം ഏറ്റവും അധികം വിമർശനം ഉന്നയിച്ചിരുന്ന PM ശ്രീ പദ്ധതിയുമായി ഇപ്പോഴിതാ സർക്കാർ മുന്നോട്ടു പോകുമെന്ന് സന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് UDFും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത്. ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകേണ്ടി വരും എന്ന്. ഈ ഒരു പശ്ചാത്തലത്തിലാണ്, അതായത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ അതിശക്തമായ വിമർശനമായിരുന്നു PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നത്. എങ്ങനെയാണ് അണികളോട് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനടക്കം വിഷയത്തെ വിശദീകരിക്കാൻ സാധിക്കുക എന്നതാണ് ഇനി ശ്രദ്ധേയമാകുന്നത്. അതേസമയം പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള UDF തീരുമാനത്തിനെതിരെ നിലപാട് കടുപ്പിക്കാനായിരിക്കും പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് മുമ്പിൽ അടിയറവ് വയ്ക്കുന്ന സമീപനമാണ് UDF സർക്കാരിൻ്റേത് എന്ന വിമർശനം ആണ് LDF ഉന്നയിക്കുന്നത്. UDF പ്രതിപക്ഷത്തിരിക്കെ PM ശ്രീക്കെതിരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനങ്ങൾ സംബന്ധിച്ച് ഇനി ലീഗ് നേതാക്കളുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ എന്താകും എന്ന് LDFും കാതോർക്കുന്നത്. ഈ വാർത്തയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയും അതോടൊപ്പം തന്നെ UDF കൺവീനറും ഒക്കെ വളരെ കൃത്യമായി പറയുന്നത് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതായി വരും എന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടി വരുന്ന സാഹചര്യമാണല്ലോ സൃഷ്ടിക്കപ്പെടുന്നത്. എങ്ങനെയാണ് UDF അനുഭാവികളെ, പ്രവർത്തകരെ തന്നെ ഇത് പറഞ്ഞ് ധരിപ്പിക്കാൻ UDFന് സാധിക്കുക? രാഷ്ട്രീയമായി ഒരുപാട് വിമർശനങ്ങളും അതോടൊപ്പം ആക്ഷേപങ്ങളും ഇതിനിടയിൽ യോഗവും എത്തിയിരിക്കുന്നത്. ഉപസമിതി റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനം. ഞാൻ ഡാനിലേക്ക് വരാൻ ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ ഉറപ്പു പറയുന്നത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതായി വരും എന്ന് തന്നെയായിരുന്നു. അതിനുശേഷം UDF കൺവീനറും ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. നമുക്ക് ഡാനിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത് എന്ന് കേൾക്കാം. PM ശ്രീ കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടതിൻ്റെ പേരിൽ കിട്ടിയത് SSK ഫണ്ടാണ്. ഒപ്പിടാത്തത് കൊണ്ട് തടഞ്ഞു വെച്ചതും SSK ഫണ്ടാണ്. PM ശ്രീയുടെ ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അത് ആരംഭിച്ചു എന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല. ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ആരംഭിക്കാൻ റെഡിയാണ്, തയ്യാറാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഗവൺമെൻറ് കരാർ ഒപ്പുവെച്ചു. ഏകപക്ഷീയമായ കരാർ ഒപ്പുവെച്ചു. ഏകപക്ഷീയമാണെന്ന് അറിഞ്ഞിട്ടും ഒപ്പുവെച്ചു. അങ്ങനെ കേരളത്തെ പ്രതിസന്ധിയിലാക്കിയത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയും ഇടതുപക്ഷവുമാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. അത് പിന്മാറാൻ പറ്റില്ലല്ലോ. അതെ, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു MOU സൈൻ ചെയ്തതിന് ശേഷം അതല്ലെങ്കിൽ അന്ന് സൈൻ ചെയ്യാൻ പോകരുത്. യെസ്, ഈ ന്യായമാണ് തുടക്കം മുതൽ UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ MOU ഒപ്പുവെച്ച സമയത്തടക്കം വലിയ വിമർശനം ഉയർത്തിയിരുന്നത് അന്ന് പ്രതിപക്ഷമായിരുന്ന UDF ആണ്. ഇവിടെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങളും ഉണ്ടല്ലോ ഡാൻ. അപ്പോൾ കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചു എന്നതിനപ്പുറം ഈ പദ്ധതി മരവിപ്പിച്ച് നിർത്തണമെങ്കിൽ അത് സാധിക്കില്ലേ എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോഴും ഇടതുപക്ഷം ചോദിക്കുന്നത്. അവർ അതിനെ നിഷേധിക്കുന്നില്ല, ഒപ്പുവെച്ചു എന്നത്. പക്ഷേ ആ പദ്ധതിയുമായി മുന്നോട്ട് പോയില്ല, അത് മരവിപ്പിച്ച് നിർത്തണം എന്നതടക്കം കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിച്ചു. ആ സ്ഥിതി തുടർന്നുകൂടെ? എന്തുകൊണ്ട് തുടരുന്നില്ല എന്നതാണ് LDFിൻ്റെ ചോദ്യം. കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2025 ഒക്ടോബർ മാസത്തിലാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരും അന്നത്തെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ MOU ഒപ്പുവെക്കുന്നത്. അതിനുശേഷം മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ CPI വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് തൽക്കാലത്തേക്ക് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മരവിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഈ LDF നേതൃത്വം തന്നെ, അല്ലെങ്കിൽ LDF സർക്കാർ തന്നെ എത്തുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ അന്ന് ഈ പദ്ധതിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയ പ്രതിപക്ഷമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ആ കേരളം ഭരിക്കുന്ന UDF സർക്കാരാണ് PM ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒരു വശത്ത് ഉയരുമ്പോൾ ആ പദ്ധതിയുമായി മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി UDF നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് ഈ സർവശിക്ഷ കേരള പദ്ധതിക്ക് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ലഭിക്കാനുള്ളത്. ഈ പദ്ധതിയിൽ നിന്ന് ഇപ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് പിന്മാറുന്ന സാഹചര്യമുണ്ടായാൽ കേരളത്തിന് സ്വാഭാവികമായി ലഭിക്കേണ്ട ഈ കോടിക്കണക്കിന് രൂപയുടെ ഗ്രാൻഡ് ആനുകൂല്യം
ലഭിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇതിനോടകം തന്നെ സാമ്പത്തികമായി വലിയ ഞെരുക്കമുണ്ട് സംസ്ഥാനത്ത്. ആ ഞെരുക്കത്തിനിടയിൽ ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള വിഹിതം കൂടി നഷ്ടമായാൽ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ നഷ്ടം വരുത്തി വെക്കുന്നതിന് തുല്യമാകും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോവുക, ഉപാധികൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് പദ്ധതിയുമായി മുമ്പോട്ട് വെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറയുന്നത് 265 സ്കൂളുകളിലാകും സംസ്ഥാനത്ത് PMC പദ്ധതി നടപ്പിലാക്കുക. പക്ഷേ ഈ സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത് UDF ആയിരിക്കും. അതോടൊപ്പം ഈ സ്കൂളുകളിൽ കേരള സിലബസ് തന്നെ തുടർന്നുകൊണ്ട് പദ്ധതി നടപ്പിലാക്കുകയായിരിക്കും സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വെക്കുന്ന ഒരു പ്ലാൻ. അതോടൊപ്പം കേന്ദ്രത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻ്റർവെൻഷൻ ആ വിഷയത്തിലുണ്ടായാൽ അവിടെ കൃത്യമായ ഇടപെടൽ നടത്താൻ, അതിനെ നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള നടപടികളൊക്കെ തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണ് UDF നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതായത് കേന്ദ്രത്തിന് മുമ്പിൽ അടിയറവ് വെക്കുകയാണ് സംസ്ഥാന സർക്കാർ പല നയ തീരുമാനങ്ങളും എന്ന LDFിൻ്റെ വിമർശനങ്ങൾ ഒരു വശത്ത് അങ്ങനെ തുടരുന്നതിനിടയിലാണ് ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാനുള്ള തീരുമാനം. സാങ്കേതികമായി ഒപ്പുവെച്ചത് LDF സർക്കാരാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇനി പിന്മാറാനാകില്ല എന്ന ഒരു ന്യായം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് PMC പദ്ധതിയുമായി മുമ്പോട്ട് പോകാനുള്ള UDF നേതൃത്വത്തിൻ്റെ തീരുമാനം. യെസ്, അവിടെ ഈ ഉപസമിതിയെ നിയോഗിച്ചു എന്നൊക്കെ പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ ഇതാ വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പിച്ചു പറയുന്നു ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതായി വരുമെന്ന്. നേരത്തെ മുഖ്യമന്ത്രി പലതവണയായി പറഞ്ഞു കഴിഞ്ഞതാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതായി വരുമെന്ന്. പ്രധാനപ്പെട്ട ആരോപണം എന്നത് ഡാൻ ഓർമ്മയുണ്ടാകുമല്ലോ, ഇപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഈ പദ്ധതിയെ എതിർത്തത് എന്തുകൊണ്ടാണ്? ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കാവ്യവൽക്കരണത്തിനുള്ള അവസരം ഒരുക്കലാണ്, RSS അജണ്ട നടപ്പിലാക്കലാണ്. ഇതൊക്കെയായിരുന്നല്ലോ വിമർശനമായി വരുന്നത്. നമുക്ക് UDF കൺവീനർ തന്നെ ഈ വിഷയത്തിൽ മന്ത്രിസഭ ഉപസമിതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണം കൂടി കേട്ട ശേഷം ഞാൻ ഡാനിലേക്ക് വരാം. ആ റിപ്പോർട്ടിലൂടെ വരണം. ആ റിപ്പോർട്ടിലൂടെ വന്നതിന് ശേഷമായിരിക്കും എവിടേക്കാണ്, ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നത്. ഇതാ ഡാൻ, ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഇനിയിപ്പോൾ ഈ ഉപസമിതിക്ക് ഒരു റോളുമില്ല. ഈ സൂചിപ്പിക്കുന്ന പോലെ ഏത് സ്കൂളുകൾ അത് തെരഞ്ഞെടുക്കുക എന്നതിനപ്പുറത്ത് ഈ ഉപസമിതിക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ സിലബസിൻ്റെ ഭാഗമാകില്ല, ഈ അജണ്ടയൊക്കെ ഇപ്പോൾ മാറ്റപ്പെടുന്നു. അങ്ങനെയെങ്കിൽ LDFിൻ്റെ കാലഘട്ടത്തിൽ എന്തിനാണ് ഇത് എതിർത്തത് എന്ന ചോദ്യം വീണ്ടും നിലനിൽക്കുന്ന പശ്ചാത്തലമല്ലേ ഉള്ളത്? അങ്ങനെ ഒരു അജണ്ട തിരുക്കി കയറ്റാൻ അനുവദിക്കില്ല എങ്കിൽ അത് LDFിൻ്റെ കാലത്തും അങ്ങനെ തന്നെ ചെയ്യാമായിരുന്നല്ലോ. അതിനെന്ത് മറുപടിയാണ് UDFിനും ലീഗിനുമൊക്കെ നൽകേണ്ടി വരുന്നത്? ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുമ്പോൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഈ പദ്ധതിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച UDF അധികാരത്തിലെത്തിയാൽ PMC അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ ലീഗിൻ്റെ നേതാക്കൾ, അവരിൽ പലരും ഇപ്പോൾ മന്ത്രിസഭയുടെ ഭാഗമാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ പരസ്യമായി എന്ത് നിലപാടാകും ഇനി ഉണ്ടാകുക എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സാങ്കേതികമായി മരവിപ്പിക്കുക മാത്രമാണ് LDF ചെയ്തത്, പിൻവാങ്ങിയില്ല, പിൻവലിച്ചില്ല എന്ന ഒരു ന്യായമായിരിക്കും പ്രധാനമായി സർക്കാരും UDF മുമ്പോട്ട് വെക്കുന്നത്. അതിൽ ഒരു കാര്യം കൂടി അവർ എടുത്തു പറയുന്നുണ്ട്. ഒരു സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ട ഒരു പദ്ധതി മറ്റൊരു സർക്കാർ വരുമ്പോൾ പിൻവലിക്കാനാകില്ല എന്നൊരു ന്യായം കൂടിയാണ് അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീൻ അടക്കം ഈ തരത്തിലായിരുന്നു ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. അതായത് സംസ്ഥാനത്തിൻ്റെ ഈ വിദ്യാഭ്യാസ നയത്തിലേക്കുള്ള, അതായത് ഒരു കടന്നു കയറ്റമായി ഇതൊരിക്കലും മാറില്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അനുസരിച്ച് കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ നയം അത് സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഈ PMC പദ്ധതിയിലൂടെ അവർ ആവിഷ്കരിക്കുന്നത് എന്നതായിരുന്നു UDF പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനം. ആ വിമർശനം മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന രാഷ്ട്രീയമായ ആക്ഷേപങ്ങൾക്ക് UDF നേതൃത്വവും VD സതീശൻ സർക്കാരും മറുപടി നൽകുന്നത്. ഒരു കാരണവശാലും കേന്ദ്ര വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല. സംസ്ഥാന സിലബസ് തന്നെയായിരിക്കും തുടരുന്നത്. ഈ 265 സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നതും ആ സ്കൂളുകൾ ഏതൊക്കെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നതും എല്ലാം സംസ്ഥാന സർക്കാരായിരിക്കും. അതോടൊപ്പം സംസ്ഥാന സിലബസ് തന്നെ അവിടെ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെതിരെ രൂക്ഷമായ നടപടികളുമായി അല്ലെങ്കിൽ കൃത്യമായ ഇടപെടലുകളുമായി, പ്രതിരോധ നടപടികളുമായി മുമ്പോട്ട് വരുമെന്ന് കൂടിയാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞു വെക്കുന്നത്. ഇതിലെ ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്നത് ലീഗാണ്. ലീഗ് നേതൃത്വം പരസ്യമായി ഇപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടില്ലെങ്കിലും ലീഗ് നേതൃത്വത്തിലെ ഒരു
യെസ്, ലീഗ് നേതൃത്വം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ വലിയ വിമർശനം ആണുള്ളത് ഉയർത്തിയത്. അതായത് PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയും എന്ന് പോലും പറഞ്ഞ നിലപാടായിരുന്നു ആ സമയത്ത് സ്വീകരിച്ചത്. എങ്കിൽ ഇപ്പോഴിതാ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ലീഗ് തന്നെയാണ്. പക്ഷേ ആ വിഷയങ്ങളിലെല്ലാം ഇപ്പോൾ UDF-നും ലീഗിനും അടക്കം U-ടേൺ അടിക്കേണ്ട സാഹചര്യം ആണ് ഉള്ളത്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുമാത്രവുമല്ല, UDF-ഉം ഇത് സംബന്ധിച്ച് കൃത്യമായ ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.